മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ തന്റെ സഹാബത്തിന്റെ 69 പേരോടൊപ്പം 70ാമനായി ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെയും അല്ലാഹുവിന്റെ റസൂലുള്ള ഖുർആൻ പഠിക്കാൻ വേണ്ടി പറഞ്ഞയക്കും. ശത്രുക്കൾ വേഷം മാറി വന്ന് ഖുർആൻ പഠിപ്പിക്കാൻ 70 പേരെ ആവശ്യപ്പെട്ടുമ്പോ ഇവര് വന്നത് കൊല്ലാനാണെന്ന് തിരിച്ചറിയാത്ത അള്ളാഹുവിന്റെ ഹബീബ് ഖുർആൻ മനപ്പാടമാക്കുന്ന 70 പേരെ ശത്രുക്കളുടെ കൂടെ പറഞ്ഞയച്ചു. ഈ 70 പേരെയും ഒരു മലയുടെ മറവിലെത്തിയപ്പം ശത്രുക്കൾ കൊന്നുകളയാൻ തുടങ്ങി. പലരെയും പല നിലക്കും അവർ കൊന്നു, വെട്ടിക്കൊന്നു, കുരിശിലേറ്റിക്കൊന്നു, തിളച്ച എണ്ണയിലിട്ട് കൊന്നു. അവസാനം ആ 70 പേരുടെയും നേതാവ് ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ വീണ്ടും അവർ കൊല്ലാൻ അവസാനമായി കൊണ്ടുവരപ്പെട്ടു. തന്റെ മുൻപിൽ ഹാജരാക്കപ്പെട്ട ഖുബൈബിനോട് അന്ന് ശത്രു രാജാവ് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഖുബൈബേ, താങ്കൾക്ക് രക്ഷപ്പെടണമെങ്കിൽ താങ്കൾ ഒരിക്കൽ മാത്രം പറഞ്ഞാൽ മതി, മുഹമ്മദിന്റെ മാർഗം എനിക്ക് വേണ്ട, അള്ളാഹുവിന്റെ മാർഗം എനിക്ക് വേണ്ട എന്നൊരിക്കൽ താങ്കൾ പറഞ്ഞാൽ താങ്കൾക്ക് നിർഭയത്വത്തോടുകൂടി തിരിച്ച് നാട്ടിലേക്ക് രക്ഷപ്പെടാം. ഈ രാജ്യത്തിന്റെ അധികാരം നിങ്ങൾക്കൊരു ഭാഗം ഞങ്ങൾ ഏൽപ്പിച്ചു തരും. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഏറ്റവും ഭംഗിയുള്ള ഒരു പെണ്ണിനെ നിങ്ങൾക്ക് ഞങ്ങൾ വിവാഹം കഴിച്ചു തരും. തന്റെ ഓഫറുകൾ കൺമുൻപിൽ നിരന്നു നിൽക്കുമ്പോ തന്നോട് കൽപ്പിച്ച ശത്രു രാജാവിന്റെ മുഖത്ത് നോക്കി അന്ന് ഖുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്: എന്റെ ശരീരത്തിലെ രോമങ്ങളിൽ പോലും എന്റെ അള്ളാഹുവിനെയും എന്റെ റസൂലിനെയും ഞാൻ തള്ളിപ്പറയില്ല. എനിക്കെന്റെ അള്ളാഹു മതി, എനിക്കെന്റെ റസൂലുള്ള മതി. അവസാനം കുരിശിലേറ്റപ്പെടുന്നതിന്റെ തൊട്ടു മുൻപ് 2 റക്അത്ത് നമസ്കരിക്കാൻ അവസരം ചോദിക്കുകയും ആ 2 റക്അത്ത് ശത്രു രാജാവിന്റെ കൊട്ടാരത്തിന്റെ നടുത്തളത്തിൽ വെച്ച് ഭംഗിയായി നമസ്കരിച്ച് എഴുന്നേറ്റ് നടക്കുമ്പോ ആ വിശ്വാസത്തിന്റെ മുൻപിൽ, ആ നിർഭയത്വത്തിന്റെ മുൻപിൽ പതറിപ്പോയ ഭരണാധികാരി കോപാകുലനായി കൽപ്പിച്ചു, ഖുബൈബിനെ കുരിശിലേറ്റി പിന്നീട് കൈകളും കാലുകളും വെട്ടിമാറ്റിയെടുക്കണമെന്ന്. തന്റെ കുരിശിലേറ്റപ്പെടുന്ന സെക്കൻഡിൽ കൈകളിലെ കാണികൾ അടിച്ചറക്കുമ്പോ പോലും ചിരിക്കുന്ന ശത്രുവിന്റെ കണ്ണിൽ നോക്കി പുഞ്ചിരിയോടെ ഖുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് അല്ലാഹു അക്ബർ, എനിക്കെന്റെ റബ്ബാണ് വലുത് എന്നായിരുന്നെങ്കിൽ, സഹോദരങ്ങളെ, നിർഭയം തേടുന്ന ഒരു മുസ്ലിം വിശ്വാസിയാണ് നമ്മളെങ്കിൽ ഈ ഉമ്മത്ത് ഏറ്റവും കൂടുതൽ തിരിച്ചറിയേണ്ടത് ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ്. അതിനു പകരം അജ്മീറും നാഗൂരും മുത്തുപേട്ടയും ഉള്ളാള് തങ്ങളും അതിനേക്കാളേറെ നിർമ്മിതമാക്കപ്പെടുന്ന അനവധി കെട്ടുകഥകളിലേക്കും ബദരീങ്ങളെ കാക്കണേ, അമ്പർത്ത തങ്ങളെ കാക്കണേ, മുഹീദ്ദീൻ ഷെയ്ഖെ കാക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കുകയും മന്ത്രി ചൂതിക്കൊടുക്കുന്ന ഏലസുകൾക്കും തടുകുകൾക്കും വേണ്ടി നിങ്ങളുടെ ജീവിതം നിങ്ങൾ മാറ്റിവെക്കുന്നുണ്ട് എങ്കിൽ ആ ദുർബല വിശ്വാസത്തിന്റെ സങ്കടമേ ഇന്ന് മുസ്ലിം ഉമ്മത്ത് അനുഭവിക്കുന്നുള്ളൂ. അല്ലാത്തൊരു പരാജയ ഭീതിയും മുസ്ലിം ഉമ്മത്ത് നേരിടേണ്ടി വന്നിട്ടില്ല. ഒരു യാത്ര പോകുമ്പോ കറുത്ത പൂച്ച പോലും കുറുകച്ചാടുന്ന സമയത്ത് നമ്മളെ നെഞ്ചകം വേദനിക്കുന്നുണ്ടെങ്കിൽ 1400 വർഷങ്ങൾക്ക് മുൻപ് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചൊരു വാക്കുണ്ട്: ഈ ലോകത്ത് റബ്ബിനല്ലാത്ത മറ്റൊരു ശക്തിക്കും, അത് കറുത്ത പൂച്ചയാവട്ടെ, മൈനകളാവട്ടെ, 3 പേരുള്ള യാത്രയാവട്ടെ, നിങ്ങളുടെ കണ്ണേറുകളാവട്ടെ, മറ്റേത് വിഷയങ്ങളാവട്ടെ, ഹയ്യുൽ ഖയ്യൂമായ രാവും പകലും അറിയുന്ന, രഹസ്യവും പരസ്യവും അറിയുന്ന ആ റബ്ബിൽ നിങ്ങൾക്ക് അചഞ്ചലമായ തവക്കുലുണ്ടെങ്കിൽ ലോകത്തൊരു ശക്തിക്കും, ലോകത്തൊരു മനുഷ്യനും നിങ്ങളെ തകർക്കാനോ നിങ്ങളെ സങ്കടപ്പെടുത്താനോ സാധിക്കുകയില്ല എന്ന വിശ്വാസം ഇന്നത് വിശ്വാസ രംഗത്ത് മാത്രമല്ല, എല്ലാ രംഗത്തും ഇന്ന് മുസ്ലിം ഉമ്മത്തിന് അത് തകർന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു വിശുദ്ധ ഖുർആൻ